എത്ര രൂപ വേണം? 20 രൂപ. ചാർജ് കുറച്ചാ ഇപ്പോ. ഇത് കുറവാ. വിട്. ഓക്കെ, ഗുഡ്. വേഗം മാറാ. വേഗം വന്ന് ചവിട്ടി തന്നെ. ലൈറ്റൊക്കെ ഉണ്ടാ? ഓർക്കട്ടില്ലേ ഇന്ന്? പ്രേതോ? കള്ളു പിടിച്ചപ്പോ നിനക്ക് മെന്റലായ? തുടങ്ങടാ. സത്യമായിട്ട് ഞാൻ കണ്ടതാ. ഇന്നലെ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം. പോയിക്കിടന്ന് നിനക്ക് വിശ്വാസമായില്ലേ? ഞാൻ കാണിച്ചു തരാം. നീ വന്നേ. കൈവിട. നീ അവിടെ എന്തോന്ന്? ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ഇവിടെ എന്തായിരുന്നു? ഒരു വേണ്ട. വേണ്ടടാ. കടിച്ചു. കൈ വേദനിച്ചോ? ആരാ നീ? കണ്ടാലറിഞ്ഞൂടെ? പ്രേതാ. കൂട്ടുകാരുടെ ഒരു പേടിക്കൊണ്ടാണല്ലോ. ഞാൻ പ്രേതവും പിശാചൊന്നും അല്ല. അത് മനസ്സിലായി. നീ ആരാ? എങ്ങനെയാ ഇതിനകത്ത് കയറി പറ്റിയത്? വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴേ വാതിലെല്ലാം അടച്ചിടണം. നീ വാതിലടച്ചില്ലായിരുന്നോ? ഞാൻ അടച്ചതാണല്ലോ. അപ്പൊ അടച്ചുണ്ടായില്ലേ? അടച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ കയറി വന്നത്. ഓ, സമ്മതിച്ചു. വന്ന വഴി വിട്ടോ. ഇതേ ഞങ്ങൾ 2 ചെറുപ്പക്കാർ മാത്രം താമസിക്കുന്ന വീടാ. പാതിരാത്രിയിൽ ഒരു പെൺകുട്ടിയെ നടു റോഡിൽ ഇറക്കി വിടാൻ മനസാക്ഷിയുള്ള 2 ചെറുപ്പക്കാർക്ക് കഴിയോ? കഴിയും. എവിടെന്നോ കയറി വന്ന ഏതോ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനുള്ള വലിയ മനസാക്ഷിയൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായോ? വിട്ടോ. വാ. അവള് പാവടാ. പാവാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ കൂടെ ഇറങ്ങി ചെല്ല്. കൂടുതൽ സെന്റിമെന്റ്സ് ആവല്ലേ. ഊരും പേരും അറിഞ്ഞാത്തൊരു പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. നല്ല സ്റ്റൈലൻ പെൺകുട്ടിയായിരുന്നു. ഒന്ന് ഇട്ടു കണ്ടു മതിയാവുന്നതിന് മുമ്പ് അവൻ ഇറക്കി വിട്ടു. ദുഷ്ടൻ. ഇത്രയ്ക്കൊരു പെങ്കോന്തനായി പോയടാ നീ അപ്പക്കൂട്ട. എന്തായാലും നീ ചെയ്ത് ശരിയായില്ല. ഓ ഡേ, പോയി കിടന്നുറങ്ങ്. പോ. കൈ വീട്. ഞാൻ പോയി. കരഞ്ഞും പോയി. നീ അതൊക്കെ തട്ടിയടിച്ചു വിടാൻ ഒരു മെഴുകി എടുത്ത് വെച്ചിട്ടാ. എവിടെ വെച്ചാണ് മെഴുകുതിരിപ്പെട്ടിയും? മെഴുകി ഞാൻ എന്റെ പോക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നു. കിട്ടി. ഇയാൾ എങ്ങനെ വീണ്ടും ഇതിനകത്ത് കയറിയത്? ആദ്യം കയറി വന്ന അതേ വഴിയിലൂടെ തന്നെ. നിങ്ങളെ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല. നീ പിന്നെ ആ വാതിൽ അടച്ചില്ലേ? അടച്ചില്ലേ? ഇനി ആരും വരില്ല. ഞാൻ ആ വാതിൽ അടച്ചു. പ്ലീസ്, ഈ രാത്രി എന്നെ ഇറക്കി വിടരുതേ. പാവാടാ. പാവാടേ. നേരം വിളിക്കുന്നതിന് പോർന്ന് വിട്ടോളണം. ഞാൻ സോൾവ് ചെയ്തോളാം. പോട്ടെ, രാവിലെ കാണാം. പവർ കട്ട് കഴിഞ്ഞ്. പാവ ഉറങ്ങാ. ഒരു പുതപ്പ് കൊടുത്താലോ? കൊടുക്കാലോ. വാ, നിന്നെ ഞാൻ പുതപ്പിച്ചു തരാം. നടക്ക്. അനന്താ,
ഇന്നലെ രാത്രി വന്ന ആ പ്രേതം അല്ല ആ ആരോ? പെണ്ണ് പോയോടാ? ഏത് പെണ്ണ്? ദാ, അവള് പോയില്ലേ? ആവോ? വാ. പോയാ? ഹോ, എന്തായാലും വലിയൊരു അപകടം ഒഴിവായി കിട്ടി. അവള് പോയില്ലായിരുന്നെങ്കിൽ നമ്മളാകെ. അവളിത് എവിടെ പോയി കാണും? എന്ത്? നമ്മളിന്ന് എവിടെ പോയി തപ്പും? പോയി തപ്പിട്ടോ വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇയാളിതുവരെ പോയില്ലേ? രാവിലെ പോകാൻ ഒരുങ്ങിയതാ. പിന്നെന്താ പോയിരുന്നത്? നിങ്ങളപ്പോ നല്ല ഉറക്കത്തിലായിരുന്നോ? പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. എണീക്കാൻ താമസിച്ചപ്പോ ഞാൻ ചായ ഉണ്ടാക്കി. ചായ തണുക്കും. ചായ നന്നായിട്ടാ, കുടിച്ചോ? ചായ ആരോട് ചോദിച്ചിട്ടാ ഈ ഷർട്ട് മുണ്ട് കൊടുത്തിട്ട്? അല്ലടാ ഡി. ഞാൻ പെണ്ണല്ലടാ. പോടാ. എന്റെ ഡ്രസ്സ് മുഷിഞ്ഞതുകൊണ്ട് ഞാനൊന്ന് അലക്കിയിട്ടതാ. ആരാത്? അതാ മറിയാമ്മച്ചാടുത്തിയായിരിക്കും. ചെന്നപ്പോ നീ പറയാൻ വേണ്ട. ഇതിനെ എവിടെയും കൊണ്ട് ഒളിപ്പിക്കും. എന്താ? ഗുഡ് മോർണിംഗ്. എന്താടാ പിള്ളേരെ പതിവില്ലാത്തൊരു ഗുഡ് മോർണിംഗ്? അത് ഞങ്ങൾക്ക് ഭയങ്കര അതെ. ഹാപ്പിയാ. ഇവിടെ ഇരിക്കാം. നീ പിടിക്കണം. ഞാനാണെങ്കിൽ അടുക്കളയിലേക്ക് പോകണമെന്നില്ല, അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറുതി, ഏ? അതെ, ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഏയ് എന്തു പ്രശ്നം? അല്ല, മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഏയ് ആ. ഇല്ലല്ലോ. എന്തേ? ചേട്ടത്തി, ഈ വീട്ടിലെ മുമ്പൊരു പെൺകുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ലല്ലോ. ഞാൻ ഇന്നലെ കണ്ടതാ, ഒരുമാതിരി ആശുപത്രിയിൽ നഴ്സിന്റെ പോലെ ഡ്രസ് ഇട്ട് ഒരു പെണ്ണി ജനലിന്റെ അവിടെ ഇരിക്കുന്നത്. ഏ? അതെ ചേട്ടത്തി, ഈ വീട്ടിൽ പ്രേതശല്യം ഉണ്ടോന്നൊരു സംശയം. എഫക്ട്സോട് ഏ? ചേട്ടത്തി, ഏ? അർദ്ധരാത്രിയാവുമ്പോ ഈ ചിലങ്കകളുടെ ശബ്ദം ചില്ലെന്ന് എഫക്ട്സോട് ഉറക്കമാരുടെ അതൊക്കെ ഞങ്ങൾ പോകുന്ന പിള്ളേരെ വിടന്നെ. രാത്രിയോടുകൂടി തീവ്രമായ ശബ്ദങ്ങളും പേടിയാവുന്നല്ലോ. പോ പോ. അവിടെ വീണ്ടും പോയാ? വീട് മാറിയില്ലേ? നീ കാരണം മനുഷ്യരോട് ജീവിക്കാൻ വേണ്ടായി. എന്താ നിന്റെ ഉദ്ദേശം? ഇപ്പൊ തന്നെ ഇറങ്ങി പൊയ്ക്കോളാം എവിടെയെങ്കിലും. നീ ഞാൻ ഇപ്പൊ തന്നെ പൊയ്ക്കോളാം. അതെന്തായാലും ശരിയാവില്ല. എന്ത്? ഇപ്പൊ പുറത്തിറങ്ങി നാട്ടുകാര് കാണും. പിന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യും? ഇന്ന് ഇവിടെ നിക്കട്ടെ, നാളെ തന്നെ പറഞ്ഞുവിടാന്നേ. എന്ത് പണ്ടാളുകൾ ചെയ്യും? എന്റെ ഇഷ്ടം പോലെ ചെയ്യും. പേര് പറഞ്ഞില്ല. മായ. ബ്യൂട്ടിഫുൾ നൈറ്റ്. എനിക്കിഷ്ടായി. എന്തോ ഇവിടെ വാടാ. ദേ വരുന്നുടാ. പോട്ടെ. ഉം. അതെന്താ? എന്താടാ? വന്നേ. ഇതിപ്പോ അടുത്ത കുറി ചെയ്യാനാണാവോ? വാ. അല്ലെങ്കിൽ തുറക്ക. വാതിലും അടച്ചിട്ട് രണ്ട് മുതലാളിമാരും കൂടി ഇവിടെ എന്തെടുക്കുകയായിരുന്നു എന്നെനിക്കറിയാം. ചേട്ടൻ വിചാരിക്കുന്നതിൽ ഒരു പ്രശ്നം പിന്നെ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയായിരുന്നല്ലേ? അതെ. ഒന്ന് മാറിയെന്ന് പോട്ടെ. എന്നെ വിട്, എന്നെ ഒന്ന് വിട്. ഒന്ന് തൽക്കാലം വിട്. നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. അവിടെ നിന്ന് സംസാരിക്കണം വല്ല കാര്യമുണ്ടോ? പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത് ഞാൻ വല്ല നമുക്ക് അവിടെ ഇരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ വല്ല കള്ളപ്പുള്ളി വെച്ചാണോ? അതെ. എന്നെ വിടറോ? എനിക്കൊന്ന് 3 വേണമെന്നേ. 3 അല്ല 2. അത് കളാ. ഇയാളെ എപ്പ നോക്കിയാലും അത് കളാന്ന് പറയണ്ടല്ലേ. അതെ കളയണ്ടേ. നിനക്ക് സൗകര്യമുള്ളത് കളാ. എനിക്ക് അത് ശരി, അത് കളയാനാണല്ലേ. വിശാലമായ മുറി. ചേട്ടന്മാർക്ക് ഇവിടെ നല്ല സുഖാണല്ലേ? അത്ര വലിയ സുഖമൊന്നും വേണമെങ്കിൽ ഞാനും കൂടെ താമസിക്കാം. ഉള്ള കൂട്ടിന് ഇപ്പൊ അധികം. ഈ മുറി അടച്ചിട്ടിരിക്കുക? അല്ല, മുറി പൂട്ടിയിട്ടിരിക്കുക. ഇത് കാലിയാ? ഇത് മുറിയാ. ഞാൻ വിചാരിച്ചു റൂമായിരിക്കും. ഇത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കും കൂടെ ഇവിടെ താമസിക്കാമായിരുന്നു. പക്ഷെ ഇത് കിട്ടൂലല്ലോ. അതെന്താ? അതിന് കാര്യമുണ്ട്. വാ പറഞ്ഞു. ചെല്ല്, പറഞ്ഞുതരട്ടോ. ചെല്ല്. അത് പൂട്ടിടണ. അവിടെ ഇരുന്നോ, ഞങ്ങൾ പോരാട്ടോ. ഓഹോ, എന്തൊരാശ്വാസം ഞങ്ങൾക്കും. നിങ്ങളുടെ ഭാഗ്യനക്ഷത്രം തെളിയാൻ പോകുന്ന പിള്ളേരെ, നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് ഒരു വസ്തു ചുളുവലയിൽ ശരിയായിട്ടുണ്ട്. ഇന്ന് തന്നെ 50,000 രൂപ അഡ്വാൻസ് കൊടുക്കണം. അല്ലെങ്കിൽ ആ പാറക്കാരന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോകും. അത്തുകളാ.
ഒരാഴ്ചക്കകം നല്ല വിലയ്ക്ക് അത് മറച്ചു വിൽക്കാം. അതിനും ഈ പുരുഷൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നോക്കിയിരിക്കാതെ വേഗം ഒന്ന് റെഡിയാവാൻ നോക്ക്. അല്ലേ പാപ്പാ? അപ്പോ ഞങ്ങള് വെളിയിലോട്ടൊന്ന് പോവുക അല്ലേ? ഞങ്ങള് വരാൻ കുറച്ച് ലേറ്റ് ആകും. ജനലുകളെല്ലാം അടച്ചല്ലേ? ആ ജനലും വാതിലും ഒക്കെ നന്നായിട്ട് അടച്ചോളണം. ജനലും വാതിലെല്ലാം ഭദ്രമായി പൂട്ടി കഴിഞ്ഞല്ലേ? ഇനി ആരും വരില്ല അല്ലേ? എന്നാ വാ. ഞങ്ങൾ വരാൻ അല്പം വൈകിട്ടോ ആ. അല്ലേ? ദാ, നിങ്ങളെ വിളിച്ചു പോകുന്ന കേട്ടാ സാധാരണ വീട് പൂട്ടാറില്ലാന്ന് തോന്നുന്നു. പൂട്ടാറൊക്കെ ഉണ്ട്, അതറിയാം. പക്ഷെ ഇന്ന് പുരുഷേട്ടൻ വന്ന ദിവസമായതുകൊണ്ടാ. അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ശരി. എന്നാ വാ 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 പോവാം. ആ എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ.